ഷോർട്സിനൊക്കെ മില്ലിയേറ്റർ ആണെങ്കിൽ ഈ യൂട്യൂബിന്റെ അൽഗുരിതം അനുസരിച്ച് വലിയ വലിയ മില്യൺ സബ്സ്ക്രൈബേഴ്സ് ഉള്ള യൂട്യൂബിന്റെ അൽഗുരിതം ഷോർട്ട് ഫീഡ് ചെയ്യുന്നത് മില്യൺ വ്യൂസ് ഒക്കെ കിട്ടുന്നതും പിന്നെ ഒഫീഷ്യൽസ് തന്നെ പറയുന്നത് തന്നെ 5-6 ഷോർട്സ് ഒക്കെ അപ്ലോഡ്. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വീഡിയോ. അപ്പോൾ എല്ലാ പുതിയ ക്രിയേറ്റേഴ്സിനും ഉള്ള ഒരു സംശയമാണ്, ഞാൻ കാണുന്ന ഷോർട്സിനൊക്കെ മില്യൺ വ്യൂസ് കിട്ടുന്നുണ്ട്, എന്നാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിനും ഷോർട്സിനും ഒക്കെ 10-100 വ്യൂസ് ആണ് കിട്ടുന്നതെന്ന്. അപ്പൊ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? നിങ്ങളൊരു ഷോർട്ട് ക്രിയേറ്റർ ആണെങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാനായിട്ട് ശ്രമിക്കുക. ഞാൻ ഈ പറയുന്ന രീതിക്ക് ചെയ്യുവാണെങ്കിൽ നിങ്ങൾ പിന്നെ ഒരിക്കലും പറയില്ല ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഷോർട്ടിന് 10-100 വ്യൂസ് ആണ് കിട്ടുന്നതെന്ന്. പിന്നെ എല്ലാ പ്രാവശ്യവും പറയുന്നത് പോലെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. എന്റെ ചാനലിലെ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ പുതിയ യൂട്യൂബേഴ്സിന് ഒത്തിരി പ്രയോജനപ്പെടുന്ന കുറച്ച് വീഡിയോസ് ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ കയറി കാണാത്തവര് അതൊക്കെ കണ്ട് നിങ്ങൾ അതുപോലെ അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നമ്മുടെ വീഡിയോയിലേക്ക് വരാം. എന്തുകൊണ്ടാണ് നമുക്ക് ഈ പ്രോബ്ലം ഉണ്ടാവുന്നത്? പഴയ യൂട്യൂബിന്റെ അൽഗുരിതം അനുസരിച്ച് യൂട്യൂബ് ആ സമയത്ത് കൊണ്ടുവന്ന ഒരു പുതിയ ഫ്യൂച്ചർ ആയിരുന്നു ഷോർട്സ് ഫ്യൂച്ചർ. അപ്പോൾ ഈ ഷോർട്സ് ഫ്യൂച്ചർ പ്രൊമോട്ട് ചെയ്യേണ്ടത് യൂട്യൂബിന്റെ തന്നെ ഒരാവശ്യമായിരുന്നു. ഞങ്ങൾ കൊണ്ടുവന്ന പുതിയ ഒരു ഷോർട്ട് ഫ്യൂച്ചർ വ്യൂവേഴ്സിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നു, മില്യൺസ് വ്യൂസ് കിട്ടുന്നു, പിന്നെ തന്നെ ഒരു ആവശ്യമായിരുന്നു. എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല. അതായത് കുറച്ച് നാൾ മുമ്പ് നമ്മുടെ ഈ ഷോർട്ട് ഫ്യൂച്ചർക്ക് കൊണ്ടുവന്ന സമയത്ത് ഷോർട്ട് വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്ന യൂട്യൂബേഴ്സ് ആണ് ഇപ്പോൾ നമ്മൾ കാണുന്ന വലിയ വലിയ മില്യൺ സബ്സ്ക്രൈബേഴ്സ് ഉള്ള യൂട്യൂബേഴ്സ്. അവരുടെ കയ്യിൽ ഓൾറെഡി ലക്ഷക്കണക്കിന് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. എന്നാൽ പുതുതായി വരുന്ന നമ്മളെ പോലെയുള്ള ക്രിയേറ്റേഴ്സിന് അത്രയധികം സബ്സ്ക്രൈബേഴ്സ് ഇല്ല. ഇപ്പൊ യൂട്യൂബിന്റെ അൽഗുരിതം ഈ രീതിയിലാണ് പ്രവർത്തിക്കുന്നത്. ഒരു എക്സാമ്പിൾ പറയാം. ഒരു വലിയ ക്രിയേറ്റർ അപ്ലോഡ് ചെയ്യുന്ന ഷോർട്സ് അതേ രീതിയിൽ ക്രിയേറ്റ് ചെയ്ത് നമ്മൾ അപ്ലോഡ് ചെയ്തു എന്ന് വിചാരിക്കുക. എന്നാൽ അവർക്ക് കിട്ടുന്ന വ്യൂസിന്റെ ഒരു 1/4 ഭാഗം പോലും നമുക്ക് കിട്ടുന്നുണ്ടായിരിക്കില്ല. യൂട്യൂബിന്റെ അൽഗുരിതം അനുസരിച്ച് ഇപ്പോൾ 1 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു ചാനലിന് അവർ ഒരു ഷോർട്ട് അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ അവരുടെ സബ്സ്ക്രൈബേഴ്സിനായിരിക്കും യൂട്യൂബ് ആദ്യം ഷോർട്ട് ഫീഡ് ചെയ്യുന്നത്. അതിൽ മിനിമം ഒരു 50,000 പേരെങ്കിലും ആ ഒരു ഷോർട്ട് വാച്ച് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. അതുപോലെ 10,000-10,000 സബ്സ്ക്രൈബേഴ്സ് ഉള്ള നമ്മളെപ്പോലുള്ള ചാനൽസിൽ അതേ അവർ അപ്ലോഡ് ചെയ്യുന്ന കണ്ടന്റ് ക്രിയേറ്റ് ചെയ്ത് നമ്മൾ അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനായിരിക്കും ആദ്യം യൂട്യൂബ് അത് ഫീഡ് ചെയ്യുന്നത്. അപ്പോൾ അതിലൊരു 50% വ്യൂവേഴ്സ് മാത്രമേ കാണുന്നുണ്ടായിരിക്കുള്ളൂ. അപ്പോൾ അതിനനുസരിച്ച് മാത്രമേ യൂട്യൂബ് അടുത്ത് ഫീഡ് ചെയ്യുള്ളൂ. പക്ഷേ ലക്ഷക്കണക്കിന് സബ്സ്ക്രൈബേഴ്സ് ഉള്ള ചാനൽസിന് അവരുടെ ഒരു 50% കണ്ടു കഴിഞ്ഞാലും അതിനനുസരിച്ചുള്ള ഷോർട്സ് ഫീഡ് തന്നെ അവർക്ക് കിട്ടും. അപ്പൊ അതുകൊണ്ടാണ് ഈ ലക്ഷക്കണക്കിന് സബ്സ്ക്രൈബേഴ്സ് ഉള്ള ക്രിയേറ്റേഴ്സ് എന്ത് ഷോർട്സ് അപ്ലോഡ് ചെയ്താലും അവർക്ക് ലാക്കോ മില്യൺ വ്യൂസ് ഒക്കെ കിട്ടുന്നതും നമ്മളെ പോലെയുള്ള ചെറിയ ക്രിയേറ്റേഴ്സിനൊക്കെ അതിനനുസരിച്ചുള്ള വ്യൂസ്, ചില ഷോർട്സിന് വ്യൂസ് കൂടുതൽ കിട്ടുന്നതും ചിലതിനൊക്കെ വ്യൂസ് കുറയുന്നതും. ഇതൊന്നും കേട്ടിട്ട് നിങ്ങൾ ഡീമോട്ടിവേറ്റഡ് ആവേണ്ട ആവശ്യമൊന്നുമില്ല. യൂട്യൂബിന്റെ ഒഫീഷ്യൽസ് തന്നെ പറയുന്നത് തന്നെ പുതിയ പുതിയ ക്രിയേറ്റേഴ്സിനെയാണ് അവർ കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നതൊക്കെ. നമുക്കും അതുപോലെ വ്യൂസ് കിട്ടും, പക്ഷെ കുറച്ച് ടൈമൊക്കെ എടുക്കും. പിന്നെ ചില ആൾക്കാരൊക്കെ വിചാരിക്കുന്നത് പോലെ പുതിയൊരു ചാനൽ ഉണ്ടാക്കി ഒരു 5-6 ഷോർട്സ് ഒക്കെ അപ്ലോഡ് ചെയ്താൽ ആ ഷോർട്സ് ഒക്കെ അങ്ങ് വൈറലാവും, അതുവഴി നമ്മുടെ ചാനൽ റീച്ച് ആവും. അങ്ങനെയല്ല, അതിന് കുറച്ച് ടൈം എടുക്കും. ഇതാണ് ഒന്നാമത്തെ കാര്യം. ഇനി രണ്ടാമത്തെ കാര്യം പറയാം. ഇപ്പോൾ പഴയതുപോലെയല്ല, യൂട്യൂബ് ഷോർട്സും വീഡിയോസ് പോലെ സെർച്ച് ഓഡിയൻസിന്റെ പക്കലേക്ക് യൂട്യൂബ് റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. അതായത് ഇപ്പോൾ ഒരു വ്യൂവർ ഒരു കാര്യത്തെ പറ്റി സെർച്ച് ചെയ്യുകയാണെങ്കിൽ പണ്ടൊക്കെ വീഡിയോസ് മാത്രമായിരിക്കും യൂട്യൂബ് റെക്കമെൻഡ് ചെയ്തുകൊണ്ടിരുന്നത് െങ്കിൽ ഇപ്പോൾ ഷോർട്സും കൂടെ റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. അവിടെയാണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഷോർട്സിലെ തമ്പനെയിലിന്റെ പ്രാധാന്യം. ഇന്നത്തെ കാലത്ത് നമ്മുടെ ഷോർട്സ് റീച്ച് ആവണമെങ്കിൽ ഇംപ്രസീവ് ആയിട്ടുള്ള ഒരു തമ്പനെയിൽ സെറ്റ് ചെയ്യേണ്ടത് അനിവാര്യമാണ്. ഇന്ന് വൈറലായി നിൽക്കുന്ന ഷോർട്സിൽ പലതും ഇംപ്രസീവ് ആയിട്ടുള്ള തമ്പനെയിൽ കൊണ്ട് വൈറലായവ തന്നെയാണ്. അപ്പോൾ നിങ്ങളും നിങ്ങളുടെ ഷോർട്സിൽ ഇംപ്രസീവ് ആയിട്ടുള്ള ഒരു തമ്പനെയിൽ സെറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. എന്നാലേ മറ്റുള്ളവരുടെ ഹോം പേജിൽ നമ്മുടെ ഷോർട്സ് പോകുമ്പോൾ അവർ ആ ഒരു ഇംപ്രസീവ് തമ്പനെയിൽ കണ്ടിട്ട് ആ ഒരു ഷോർട്സ് കാണാനായിട്ട് ശ്രമിക്കുകയുള്ളൂ. അപ്പോൾ എങ്ങനെയാണ് തമ്പനെയിൽ സെറ്റ് ചെയ്യേണ്ടതെന്നുള്ളൊരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരെ ഞാൻ മുകളിൽ ഐ ബട്ടൺ
ബട്ടണിൽ ലിങ്ക് കൊടുത്തിരിക്കുക. അപ്പോൾ അതൊക്കെ കയറി കണ്ട് നിങ്ങളും നിങ്ങളുടെ ചാനലിൽ ഇംപ്രസീവ് ആയിട്ടുള്ള ഒരു തമ്പനെയിലൊക്കെ സെറ്റ് ചെയ്തിട്ട് ഷോർട്സ് ഒക്കെ അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഈ പ്രധാനമായിട്ടും ഒരു കാര്യം ശ്രദ്ധിക്കുക, നിങ്ങൾ ഷോർട്സ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഷോർട്സിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് വ്യൂവേഴ്സിനോട് റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് എന്നൊക്കെ സെറ്റ് ചെയ്ത് വെക്കുക. ഇത് കണ്ടിട്ട് നമ്മുടെ വ്യൂവേഴ്സ് നമ്മുടെ ഷോർട്സിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ യൂട്യൂബ് അൽഗോരിതത്തിന് മനസ്സിലാവും നമ്മൾ എന്തോ ഒരു ഇൻട്രസ്റ്റിംഗ് കണ്ടന്റ് ആണ് ചെയ്തിരിക്കുന്നതെന്ന്. അതുവഴി യൂട്യൂബ് റെക്കമെൻഡേഷൻ കൂട്ടുകയും നമ്മുടെ ആ ഒരു ഷോർട്ട് വൈറൽ ആവാനുള്ള സാധ്യതയും കൂടുതലാണ്. പിന്നെ ഒരു കാര്യം നമുക്ക് ചെയ്യാൻ കഴിയുന്നത്, നമ്മുടെ ഷോർട്സിന്റെ ക്യാപ്ഷൻ ഒരു ക്യാച്ചിങ് ക്യാപ്ഷൻ ആണെങ്കിൽ നമുക്ക് വ്യൂവേഴ്സിന്റെ അടുത്ത് നിന്ന് നമ്മുടെ ഷോർട്സിനൊരു ഇംപ്രഷൻ കിട്ടാനായിട്ട് കാരണമാകും. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം നിങ്ങൾ ചെയ്യേണ്ടത്, എല്ലാ ദിവസവും 1-2 ഷോർട്സ് ഒരേ ടൈമിൽ അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നിങ്ങളുടെ കഴിവിനനുസരിച്ച് 1-2 ഷോർട്സ് നമുക്ക് അപ്ലോഡ് ചെയ്യാം. ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന വ്യൂസിനേക്കാളും കൂടുതലായിരിക്കും ഒരു 90 ദിവസം കഴിഞ്ഞിട്ടുള്ള വ്യൂസ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞതുപോലെ ഇതെല്ലാം ഉൾപ്പെടുത്തി നിങ്ങളുടെ ഷോർട്സ് ഒക്കെ അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. പിന്നെ ഈ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. മാക്സിമം എനിക്ക് അറിയാവുന്നതാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ തരാനായിട്ട് ശ്രമിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനി പുതിയൊരു വീഡിയോയിലൂടെ കാണാം. ബൈ.